എവിടെ പോവാ എവിടെ പോവാ നമ്മൾ എവിടെ പോവാ? പോളിയോ ടോപ്പം പിച്ചാൻ പോവാണോ? അങ്ങനെ രാവിലെ ഒരാളെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കി നമ്മളിത് പോളിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. പതിവില്ലാതെ ഇന്ന് നേരത്തെ എഴുന്നേറ്റതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫൊക്കെ ആൾക്കുണ്ട് കേട്ടോ. ഇത് ശരിക്കും ആമിക്കുട്ടൻ്റെ സെക്കൻഡ് ഡോസ് പോളിയോ ആയിരുന്നു. ആദ്യത്തേത് അവൾക്ക് വെറും 1 മാസം പ്രായമായിരുന്നപ്പോഴായിരുന്നു കൊടുത്തിരുന്നത്. അന്നത്തെ അവളുടെ പോളിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു പോയിരുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ബേബിയുടെ ഫസ്റ്റ് പോളിയോ ആയിരുന്നില്ലേ, അതുകൊണ്ടായിരുന്നു അന്ന് അങ്ങനെ എല്ലാവരും പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനും ചേച്ചിയും കൂടിയായിരുന്നു ഈ പ്രാവശ്യത്തെ പോളിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയത്. പതിവില്ലാതെ ഇന്ന് നേരത്തെ എണീറ്റുകൊണ്ടാവും ആളുടെ മൂഡ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പക്ഷെ പകുതി വഴിയിലെത്തിയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൻറ്റി കണ്ടപ്പോൾ ആൾ കുറച്ചൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. പിന്നെ കളിയായി ചിരിയായി ബഹളമായി. അങ്ങനത്തെ നമ്മൾ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തി. ശരിക്കും ഈ വഴി എനിക്ക് കുറച്ചുകൂടി നൊസ്റ്റാൾജിക് പ്ലേസ് ആണേ. അത് മറ്റൊന്നുമല്ല, പണ്ടെന്നെ അമ്മ അംഗനവാടിയിൽ കൊണ്ടാക്കുന്ന വഴിയായിരുന്നു ഇത്. എന്നെ ഒട്ടിച്ചിട്ട് ക്യാച്ച് ചെയ്ത് പിടിക്കുന്ന ഈ ഒരു സ്ഥലമെത്തുമ്പോഴാണ്. അങ്ങനെ ഞാൻ പഠിച്ച അംഗനവാടിയിൽ എൻ്റെ വാവേനെ പോളിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ അത്യാവശ്യം ഡെക്കറേഷനും ബലൂൺസും ഒക്കെ കണ്ട ആൾ അതിൻ്റെ ബഹളത്തിലായിരുന്നു. മരുന്ന് കഴിക്കാൻ മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ പാടെ അവളെ 2 ഡ്രോപ്പ് അകത്താക്കി കഴിഞ്ഞു. പിന്നെ മരുന്ന് കഴിച്ചിട്ടുള്ള റിയാക്ഷനായിരുന്നു ഏറ്റവും കോമഡി. മധുരമില്ലാത്ത പായസം പോലെ ടേസ്റ്റ് തീരെ പിടിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. സാധാരണ മെഡിസിൻ കൊടുത്താൽ പിന്നെയും തരാൻ വേണ്ടി നാക്ക് നീട്ടുന്ന ആളാണ്. ഇപ്രാവശ്യം ആ നാക്ക് അകത്തിട്ടിട്ട് പിന്നെ നീട്ടിയതേ ഇല്ല. ആമിക്കുട്ടൻ്റെ എക്സ്പ്രഷനിൽ എന്തായാലും മെഡിസിന് ടേസ്റ്റ് ഇല്ല എന്ന് മനസ്സിലായി. ആദ്യമായിട്ട് പോളിയോ എടുത്തപ്പോൾ ആൾ ഉറക്കത്തിലായതുകൊണ്ട് ഈ എക്സ്പ്രഷൻ ഒന്നും അന്ന് കാണാൻ പറ്റിയില്ല. എക്സ്പ്രഷൻ കണ്ടപ്പോൾ കരയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആളെന്തായാലും കരഞ്ഞില്ല. മൂഡ് മാറാനായിട്ട് പിന്നെ മിഠായി കിട്ടി. മിഠായി കിട്ടിയപ്പോഴേക്കും ആൾ ഹാപ്പിയായി. പക്ഷെ മിഠായി തിന്നാൻ പറ്റില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച എൻ്റെ അംഗനവാടി ഞാൻ കണ്ടു. അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കുഞ്ഞിന് കിട്ടിയ മിഠായി ചേച്ചി സൂത്രത്തിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതുള്ളവരെ എനിക്കും കിട്ടി. അങ്ങനെ ആമിക്കുട്ടൻ്റെ 2ാമത്തെ ഡോസ് പോളിയോയും കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അവൾക്ക് 9 മന്ത്സ് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് അവൾ ചെറുതായിട്ട് എഴയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ വീട് ഫുള്ള് എഴഞ്ഞ് നടക്കുന്നതാണ് ആളുടെ മെയിൻ ഹോബി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.